ബംഗളൂരു കവർച്ചാ കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ഇവരിൽ നിന്ന് 53 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥൻ നന്നപ്പ നായിക്, സേവ്യർ എന്നിവരിൽ നിന്ന് നേരത്തെ പണം പിടിച്ചെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ബംഗളൂരു നഗരത്തെ വിറപ്പിച്ച പട്ടാപ്പകൽ നടന്ന വലിയ ആസൂത്രണത്തിൽ നടന്ന കൊള്ളയാണ്. 7 കോടി രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോൾ 3 പ്രതികൾ, നേരത്തെ അറസ്റ്റിലായത് 2 പ്രതികൾ, അങ്ങനെ 5 പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ ഇവരിൽ നിന്ന് എത്രത്തോളം പണം പോലീസിന് ലഭിച്ചിട്ടുണ്ട്? കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ശ്രീധരൻ. ഉമൈബാൻ, ഏതാണ്ട് കവർന്ന 7 കോടി രൂപയോളം ഇപ്പോൾ കണ്ടെടുക്കാനായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഇന്ന് 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഇവരെ ഹൈദരാബാദിൽ നിന്നാണ് പിടികൂടിയത്. ഈ പണവുമായി ഈ സംഘം പല സംഘങ്ങളായി പിരിയുകയാണ് ഈ കവർച്ചാ സംഘം ആദ്യം ചെയ്തത്. ഒരു സംഘം ചെന്നൈയിലേക്കും മറുസംഘം ആന്ധ്രാപ്രദേശിലേക്കും മറ്റൊരു സംഘം ഹൈദരാബാദിലേക്കും പോയി. ഏതായാലും ഈ 3 പോലീസ് സേനകളുമായി, അതായത് തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് സേനകളുമായി ഒന്നിച്ച് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ പ്രതികളെല്ലാം ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗളൂരുവിനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ സംഭവം തന്നെയാണിത്. പട്ടാപ്പകലാണ് ഇങ്ങനെ ഒരു കവർച്ച അവിടെ നടക്കുന്നത്. 7 കോടി 11 ലക്ഷം രൂപയാണ് ഈ സംഘം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിയെടുത്തത്. ഏതായാലും വലിയ ഒരു കവർച്ചാ കേസിൽ 3 ദിവസം പിന്നിടുമ്പോൾ തന്നെ പ്രതികളെ പിടിക്കാനായി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ആസൂത്രണത്തിൽ, ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ആസൂത്രണം നടന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ ഈ കരാർ നൽകിയ കമ്പനി, അതായത് പണം നിക്ഷേപിക്കാൻ കരാർ നൽകിയ കമ്പനിയിലെ ജീവനക്കാർക്ക് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്.